എൻ്റെ കൂടെ കളിക്കുന്നവരുണ്ടല്ലോ കോൺഗ്രർ പ്ലേയേഴ്സ് കേട്ടോ ഗൈസ്, അവന്മാരുടെ കൂടെ ഞാൻ ചുമ്മാ പുഷ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പോയിട്ടോ ഗൈസ്. അപ്പോഴുണ്ടല്ലോ എനിക്ക് നല്ലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഈ സിറ്റുവേഷൻ നിങ്ങളായിരുന്നെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു കേട്ടോ കമൻസിൽ പറയാം കേട്ടോ ഗൈസ്. ഇതിനിപ്പോൾ ഞാൻ ഇവിടുന്ന് വലിയണ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് കേട്ടോ. അതിനു മുമ്പേ ഇവിടെ സീൻ ഫൈറ്റ് നടക്കും. ആ ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഉണ്ടല്ലോ ഇവിടെ ഒറ്റ ഒരുത്തിനുള്ളായിരുന്നു ഇവൻറ്റിൽ. ഇവൻ്റെ ടീംമേറ്റിനെ ഇവൻ വിളിച്ചു വരുന്നു. ഞങ്ങൾ 2 പേരെ ഉള്ളെന്ന് കോൾ എടുത്തിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം ചത്ത ഇവനൊക്കെ ഇപ്പം നല്ലൊരു 42 സംതിങ് മൈനസ് അടിക്കും. ഇവന്മാരൊക്കെ അത്രയും കഷ്ടപ്പെട്ട് കളിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ സത്യം പറഞ്ഞാൽ എൻ്റെ കില്ല് പോലെ നോക്കാതെ ഞാൻ ഇവിടുന്ന് ബാക്ക് വലിയും ഗൈസ്. അതിനു മുമ്പ് ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവും. ഇപ്പം എന്നെ നമ്പർ കൊണ്ട് വീഴും. ഇവൻ തന്നെ പറയും കളി നിങ്ങൾ ഈ ഫൈറ്റ് ഒന്ന് കണ്ടു കേട്ടോ. ഞാൻ ഈ മെഡ് അടിച്ച് നീഡ് പിൻ ചെയ്യുന്ന സമയം കൊണ്ട് അവന്മാരുടെ ടീമിൽ ഒരാളെ അവൻ റിവൈവ് എടുക്കും. ഇനി ലാസ്റ്റ് മാച്ച് ഇവനെയുള്ള അടിക്കാൻ ഇവൻ കയറി വരും. ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ നിന്ന് നൈസായിട്ട് ബാക്ക് വലിയ ഒരു സീൻ നോക്കുക കേട്ടോ ഗൈസ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മേളിൽ നോക്ക്, മേളിൽ നിന്ന് കുറേ പേര് പറന്നിറങ്ങുന്നുണ്ട്. ഞാൻ വല്ലതും ഇപ്പം ചത്തുണ്ടല്ലോ ഇവന്മാർക്ക് കളി നല്ല പോലെ മൈനസ് അടിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കും നൈസായിട്ട് പോയി റീക്കാളാക്കാം, ഇല്ലെങ്കിൽ പണി പാലമ്പളത്തിൽ കിട്ടും. ഇവന്മാർ 2 പേരും കോൺഗ്രർ പ്ലേയേഴ്സ് ഗൈസ്. ഇവന്മാർക്ക് ഇപ്പോൾ എല്ലാം മൈനസ് കിട്ടുക 2-3 ദിവസം കുത്തിയിരുന്ന് കളിച്ചുണ്ടാക്കുന്നില്ല. ഈ കളി പ്ലസ് കിട്ടണമെങ്കിൽ 4 കളി 5 കളി കളിക്കണം. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഇവിടുന്ന് ബാക്ക് വലിയും ഗൈസ്. കുറേ ടീം ഇറങ്ങുന്ന ടൈം കൊണ്ട് ഞാനിവിടെ ഹോൾഡ് ചെയ്തിരിക്കും. എന്നിട്ട് ഈ 2 ടീമും ഫൈറ്റ് ആവുന്ന ടൈം കൊണ്ട് ഞാൻ ബാക്ക് വലിയും ഗൈസ്. ബാക്ക് എറിഞ്ഞിട്ട് ഞാൻ ഇവർ റീക്കളിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഗൈസ്. ഈ ടൈമിലുണ്ടല്ലോ 2 ടീം ഫൈറ്റ് ആയെന്ന് മനസ്സിലാക്കി ഞാൻ ഇവിടുന്ന് നൈസായിട്ട് വരും ഗൈസ്. നൈസായിട്ട് ഞാൻ ഇവരെ 3 റീകാൾ സെൻറ്ററിൽ പോയത് കഴിഞ്ഞിട്ട് പൊക്കാൻ വേണ്ടിയിട്ട് 3 റീകാൾ സെൻറ്ററിൽ ആളുണ്ടാവും. ഏറ്റവും അവസാനം ഞാൻ ജോർജോ സിറ്റി റീകാളിൽ പോകുന്നു. അവിടെ ആളെ കിടപ്പുണ്ട്. അതൊന്നും മൈൻഡാക്കാതെ ഞാൻ പോയി നൈസായിട്ട് ഇവരെ പൊക്കും. അത് എൻ്റെ പൊന്നെ പൊക്കി കഴിയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ സമാധാനം വേണം. നമ്മളെ കൊണ്ട് ചുമ്മാ ഒരു മാച്ച് കളയണ മാതിരിയല്ല ഇത്. നല്ല സത്യം പറഞ്ഞാൽ നല്ല പോലെ സീരിയസ് ആയിട്ട് കളിക്കണം ഗൈസ്. ഞാൻ ഈ റീകോളിന് ഒരു ലൈക്ക് ഡിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ ഗൈസ്. പിന്നെ യൂട്യൂബിലുണ്ടല്ലോ നല്ല വ്യൂസ് ഡൗൺ ആട്ടോ ഗൈസ്. എല്ലാവരും ഒന്ന് കയറി യൂട്യൂബ് മാക്സിമം ഒന്ന് സപ്പോർട്ട് ആക്കുക കേട്ടോ.